നമ്മുടെ ലിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഒരു സിമ്പിൾ സ്ട്രക്ചർ അല്ല. ഇവിടെ തൊലിയുണ്ട്, അതിൻ്റെ അകത്ത് കുറച്ച് ടിഷ്യൂ ഉണ്ട്, ദശ പോലെ ഫാറ്റ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ മസിൽ ഉണ്ട്, സബ് മ്യൂക്കോസ, ഈ മ്യൂക്കോസ എന്ന് പറഞ്ഞ അകത്ത് റെഡ് സാധനം, ഇങ്ങനെ കുറെ സാധനങ്ങൾ ചേർന്ന ഒരു ലെയർ ആണ് ലിപ്പ്. എനിവേ ഇടയ്ക്ക് ഇത് ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. 6 മാസം അതിന്റെ വാലിഡിറ്റി കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് ചുരുങ്ങുമ്പോൾ വിൽ ഹാവ് ടു കീപ് ഓൺ ഡൂയിങ് ഇറ്റ്. പക്ഷേ അത് ചെയ്യുന്നതിന്റെ വൺ അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ജസ്റ്റ് ഒരു സിമ്പിൾ ഇഞ്ചക്ഷൻ ആണ്. വരുന്നു, ഒരു 5 മിനിറ്റ് മതി ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ അകത്ത് തന്നെ പെയിൻ കില്ലറും കൂടി ചേർന്നൊരു ഇഞ്ചക്ഷൻ ആണ്. മിക്സ് ചെയ്തു ഹൈലോണിക് ആസിഡും ഡിഗ്നോക്കനും മിക്സ് അപ്പോൾ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ പെയിൻ മാറും, അപ്പോൾ തന്നെ വീട്ടിൽ പോകാം. ഡൗൺ ടൈം ഇല്ല. സിമ്പിൾ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോഴും ഇപ്പോൾ പല സ്ഥലത്തും പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. വളരെ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാത്തത്, വളരെ ഒരു സേഫ് ആണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. കാരണം ഇത് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ആനാട്ടമി. നമ്മൾ ഇതൊരു ജെല്ലാണ്, അപ്പോൾ ജെൽ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് സ്ഥലത്ത് ഇഞ്ചക്ട് ചെയ്യണം. അപ്പോൾ ലിപ്പിൽ ഇത് എവിടെ ഇഞ്ചക്ട് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ റിസൾട്ടും മാറും, അതിന്റെ സേഫ്റ്റിയും മാറും. ഇപ്പോൾ സപ്പോസ് ഇതിനകത്ത് ഒരു രക്തക്കുഴലുണ്ട്, ഇങ്ങനെ പോകുന്ന രക്തക്കുഴൽ, ആ രക്തക്കുഴലിലേക്ക് കുറേ ഇഞ്ചക്ട് ചെയ്യുന്നത് അറിയാണ്ട് ഇഞ്ചക്ഷൻ കയറിപ്പോയാൽ അത്രയും ഭാഗത്ത് രക്തോട്ടം കുറയും. അത്രയും ഭാഗത്തൊരു ബ്ലാഞ്ചിങ് എന്ന് പറയും, രക്തോട്ടം കുറഞ്ഞിട്ട് വെള്ള കളറായി മാറും. കുറേ അധികം ജെല്ല് കയറിയിട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗത്ത് സ്കിൻ നഷ്ടപ്പെടാനും ചാൻസ്. പെർമനന്റ് സ്കാറിംഗ് ഇത്രയും ഭാഗത്തെ സ്കിൻ പോയാൽ ഈ ലിപ്പൊന്നും നമുക്ക് ബോഡിയിൽ വേറെ എവിടെയും അങ്ങനത്തെ മാച്ച് ചെയ്യുന്ന കളറുള്ള സാധനം കിട്ടില്ല. അപ്പോൾ അതൊരു പാണ്ട് പോലെ കോസ്മെറ്റിക് ഇതിൽ വന്ന ഒരു ഫൈനലി ഒരു പെർമനന്റ് സ്കാറിംഗിലേക്ക് മാറും. വി ഹാവ് ടു ബി വെരി കെയർഫുൾ. അറിയുന്ന ഒരാൾക്ക് ഇത് വളരെ സിമ്പിൾ ആണ്, പക്ഷേ അൺട്രെയിൻഡ് ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ റിസ്ക്. അപ്പോൾ ഈ വാസ്കുലർ ഒക്ലൂഷൻ എന്ന് പറയും. വാസ്കുലർ എന്ന് പറഞ്ഞാൽ രക്തക്കുഴൽ, ഒക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ആകുക. രക്തക്കുഴൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ ട്രീറ്റ് ചെയ്യണം. അതിന്റെ ആന്റിഡോട്ട് ഉണ്ട്, അത് ഇഞ്ചക്ട് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ അത് തിരിച്ചറിയാണ്ട് അവർ വീട്ടിലേക്ക് അയച്ച് ഒരു ദിവസം കഴിഞ്ഞ് അപ്പോഴേക്കും അത് ലേറ്റ് ആവും. അപ്പോൾ ഇത്രയും ഭാഗത്തെ സ്കിൻ പോയി, പെർമനന്റ്ലി പോയി. And that will become a very bad. അങ്ങനത്തെ, even though it is a simple procedure in trained hands, it is a dangerous procedure in the untrained hands. You have to choose the person who is injecting.